ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഒരു 6500 രൂപക്ക് അത്യാവശ്യം നല്ലൊരു വേർത്ത് ആയിട്ടുള്ള വാല്യൂ ഫോർ മണി ഫോൺസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പോക്കോയുടെ C71 എന്നൊരു മോഡലിലേക്ക് പോകാം. കാരണം നല്ല ഡിസൈൻ വരുന്നുണ്ട്. ബാക്കിയുള്ള സ്പെക്കും എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ബോക്സ് ടിപ്പിക്കലായിട്ടുള്ള യെല്ലോ ബോക്സ് തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഫോം വരുന്നുണ്ട്, പിന്നെ ഒരു 15 വാട്ടിൻ്റെ അഡാപ്റ്റർ വരുന്നുണ്ട്, ടൈപ്പ് A to ടൈപ്പ് C ആയിട്ടുള്ള ചാർജിങ് കേബിൾ വരുന്നുണ്ട്, പിന്നെ ഡോക്യുമെൻറ്റേഷൻ ഒക്കെ തന്നെയാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത്. ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ ഒരു ഡുവൽ ടോൺ പാറ്റേൺ ആയിട്ടാണ് വരുന്നത്. ഒരു മാറ്റ് ഫിനിഷും വരുന്നുണ്ട്, ഒരു ഗ്ലോസി ഫിനിഷും വരുന്നുണ്ട്. ഈ ഗ്ലോസിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിംഗർ പ്രിൻറ്റ് പതിയുന്നുണ്ട്. കളേഴ്സ് ഇത് കൂടാതെ തന്നെ വേറെ 2 കളേഴ്സ് വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ബ്ലാക്ക് കളറാണ്, വേറെ ഒരു ബ്ലൂ വരുന്നുണ്ട്, പിന്നെ ഒരു ഗോൾഡൻ കളർ കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ മൊഡ്യൂളാണ്. കാണാൻ തന്നെ ഒരു പ്രീമിയം ഫീൽ എന്തായാലും കിട്ടുന്നുണ്ട്. ആ ഒരു ക്യാമറ മൊഡ്യൂൾ ഒരു ഗോൾഡിഷ് ആയിട്ടുള്ള കളറിലാണ് വരുന്നത്. കാണാൻ നല്ല രസമുണ്ട്. ഇപ്പം ഐഫോണിൻ്റെ 16 ഒക്കെ ഇല്ലേ, എക്സാക്റ്റ് ആ ഒരു ടിപ്പിക്കൽ ഡിസൈൻ സ്റ്റൈലാണ് പിടിച്ചുള്ളത്. കാണാൻ കൊള്ളാം. ഒരു 6500 രൂപയുടെ ഫോണാണെന്ന് ആരും കണ്ടാൽ പറയില്ല കേട്ടോ. 199 ഗ്രാം വെയിറ്റും വരുന്നുണ്ട്. 8.26 mm ആണ് തിക്നെസ് ആയിട്ട് വരുന്നത്. 200 ഗ്രാമിൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ടെങ്കിൽ പോലും അത് അത്ര ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അത്യാവശ്യം വലിയൊരു ഫോണാണ്, കാരണം ഡിസ്പ്ലേ സൈസ് വലുതാണ്. ഇനി ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ മുകളിലായിട്ടാണ് സ്പീക്കർ ഗ്രില്ല് വരുന്നത്. റൈറ്റ് സൈഡിലായിട്ട് വോളിയം ബ്രോക്കർ വരുന്നുണ്ട്, പിന്നെ ഒരു പവർ ഓൺ ഓഫ് ബട്ടൺ ആണ്. അതിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആയിട്ട് വരുന്നത്. ബോട്ടം സൈഡ് ആണെങ്കിൽ മൈക്ക് വരുന്നുണ്ട്, ടൈപ്പ് C ആയിട്ടുള്ള ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, 3.5 ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ ആയിട്ട് വരുന്നത്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. ഒരേ സമയത്ത് 2 സിമ്മും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ബഡ്ജറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ഡിസൈൻ വൈസ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ വരേണ്ടത്. കാരണം ബാക്കിയുള്ള സ്പെക്കൊക്കെ തന്നെ ഒട്ടുമിക്ക എല്ലാ ഫോണും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ഉണ്ടാവുന്നത്. ഡിസൈൻ വൈസ് നൈസായിട്ട് പോക്കോ ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ചില പോക്കോയുടെ ഫോണിലൊക്കെ തന്നെ പ്രീവിയസ് മോഡലൊക്കെ ആണെങ്കിൽ ഗ്ലാസ് ഡിസൈനൊക്കെ കൊടുക്കാറുണ്ട്. ഇതിൽ അത് വരുന്നില്ല. പക്ഷേ കേസൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഗ്ലാസോ പ്ലാസ്റ്റിക്കോ എന്നുള്ളതിന് വലിയ വ്യത്യാസം എന്തായാലും ഇല്ല. കാരണം എന്തായാലും നിങ്ങളുടെ എല്ലാ ഫോണുകളിലും എല്ലാവരും കേസ് ഇട്ട് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിട്ട് 6.88 ഇഞ്ച് വരുന്ന HD ആയിട്ടുള്ള IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. 600 നിറ്റ്സിൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയിലെ ഡിസ്പ്ലേ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ ആ രീതിയിലുള്ള ബാക്കിയുള്ള ഫോൺ പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു 120 ഹെർട്സിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയുടെ വൈസ് വലിയ കുഴപ്പങ്ങളൊന്നും പറയാനില്ല. വാർഡ്രോബ് നോച്ചിനകത്താണ് സെൽഫി ക്യാമറ വരുന്നത്. വലിയ ഇഷ്യൂസ് ഒന്നുമില്ല കേട്ടോ. അത്യാവശ്യം വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാലും വലിയ ബ്രൈറ്റ് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നുണ്ട്. കുഴപ്പമൊന്നും ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പറയാൻ നല്ല കളേഴ്സൊക്കെ തന്നെ വരുന്നുമുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറയാണ്. 32 MB ഒരു ഡ്യുവൽ റിയർ ക്യാമറയാണ് വരുന്നത്. 8 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ആണെങ്കിൽ 1080p 13 fps വീഡിയോസും നിങ്ങൾക്ക് ഫ്രണ്ടിലും റിയറിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്യാമറ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ ഫോണാണ്. അപ്പോൾ ആ രീതിയിലുള്ള ക്വാളിറ്റി മാത്രമേ കിട്ടുള്ളൂ. ഞാൻ ഇന്നെടുത്ത ചില ഫോട്ടോ സാമ്പിൾസ് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ബാക്കിയുള്ള ഫോൺ പോലെ തന്നെയാണ്, വലിയ കുഴപ്പങ്ങളൊന്നും പറയാനില്ല. ഈ റേഞ്ചിലെ എല്ലാ ഫോൺസും ഇങ്ങനെ തന്നെയാണ് പെർഫോം ചെയ്യാറുള്ളത്. അതുകൊണ്ട് ക്യാമറ പറ്റി വേറൊന്നും പറയാനില്ല. ഇനി പെർഫോമൻസ് ആണെങ്കിൽ തന്നെ ഇതിൽ വരുന്നത് യൂണിസോക്കിൻ്റെ T7250 എന്ന പ്രോസറാണ്. എങ്ങനെയുണ്ട് പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് ഫോൺ വർക്ക് ആവുന്നുണ്ട്. ഒരു ഗോ എഡീഷൻ, ആൻഡ്രോയിഡിന് ഗോ എഡീഷൻ പോലെയാണ് വരുന്നത്. മറ്റേ MIUIയോ അല്ലെങ്കിൽ HyperOS ആ ഒരു ടിപ്പിക്കൽ ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നും ഇതിൻ്റെ UIയുടെ ഭാഗത്ത് വരുന്നില്ല. ഒരു ക്ലീൻ ആയിട്ടുള്ള UI ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്മൂത്തർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായാലും ഈ ഒരു ഫോണിൽ കിട്ടും. ഈ റേഞ്ചിലെ ബാക്കിയുള്ള എല്ലാ ഫോണിലും ഇതേ രീതി തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലുള്ള യൂസർ ഇൻ്റർഫേസ് തന്നെയാണ് ബാക്കി ഒട്ടുമിക്ക എല്ലാ ഫോൺസിലും വരാറുള്ളത്. അതുകൊണ്ട് അതും വലിയൊരു ഇഷ്യൂ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് വർക്കാവും. 4 GB RAM ആണ് ഇതിൽ വരുന്നത്. കൊള്ളാം, അത്യാവശ്യം നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഫോൺ വർക്കാവുന്നുണ്ട്. ഗെയിം കളിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു സബ്വേ സർഫസ് ഒക്കെ കളിച്ചു, അതൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. പിന്നെ BGMI പോലുള്ള ഹെവി ആയിട്ടുള്ള ഗെയിം അടക്കം എന്ന് കളിച്ച് നോക്കി, കുഴപ്പങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. വലിയ രീതിയിലുള്ള ലാഗോ കാര്യങ്ങളൊന്നുമില്ല, കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പം യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് പറയാം, സ്മൂത്തായിട്ട് നല്ല രീതിയിൽ തന്നെ കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ ഫോണിൽ അത്ര ഒരു പവർഫുള്ളായ ചിപ്സെറ്റ് അല്ല വരുന്നത്. പക്ഷേ ഇപ്പം കളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നീട് നമ്മളിതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ചെറിയൊരു ഡൗട്ടുണ്ട്. എന്നാലും കളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പം BGMI പോലുള്ള ഗെയിമും ഈ രീതിയിൽ തന്നെയും കളിക്കാൻ വേണ്ടി പറ്റും. അതും ഇതുപോലുള്ള ഹൈ ഗ്രാഫിക്സ് ആയിട്ടുള്ള ഗെയിമാണ്. കുഴപ്പമൊന്നുമില്ല രീതിയിൽ
ചെറിയ ലാഗറൊക്കെ എന്തായാലും വരും, കാരണം പ്രൈസ് റേഞ്ച് അങ്ങനെയാണ്. പക്ഷെ കളിക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ, അതിൽ കുഴപ്പങ്ങളൊന്നും പറയാനില്ല. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 15 ആയിട്ടാണ് വരുന്നത്. അപ്ഡേറ്റിന് കാര്യം പറയുകയാണെങ്കിൽ 2+4 ഇയേഴ്സ് വരെയുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് ഈ ഒരു ഫോൺ ഓഫർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇനി ആൻഡ്രോയിഡ് 16ഉം 17ഉം ഒക്കെ തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. പക്ഷെ അത് കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, കാരണം സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ ആയിരിക്കും, എന്തായാലും വലിയ ഫീച്ചേഴ്സ് ഒന്നും ഇതിലേക്ക് വരാൻ വേണ്ടി പോകുന്നില്ല. ഇനി ബാറ്ററി ആണെങ്കിൽ തന്നെ 5200 mAh ബാറ്ററി വരുന്നുണ്ട്. 15 വാട്ടിനാണ് ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് വരുന്നത്. അത്യാവശ്യം ഒരു ദിവസം എന്തായാലും നല്ല സ്മൂത്ത് ആയിട്ട് നിൽക്കും, അതിലൊന്നും ഒരു ഇഷ്യൂസും ബാറ്ററിയുടെ കാര്യത്തിലും പറയാനില്ല. ഓവറായിട്ട് പറയുകയാണെങ്കിൽ 6400 രൂപയ്ക്ക് 64 GB ആണ് സ്റ്റോറേജ് ആയിട്ട് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തുകൊണ്ടും നല്ലൊരു വേർത്തായിട്ടുള്ള ബെസ്റ്റ് ഫോണാണ്. ആ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങളൊക്കെ ഫോൺ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഫോണിലേക്ക് തന്നെ പോയിക്കോ, ഒരു ഇഷ്യൂസും പറയാനില്ല. ഒരു 7000 അതിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് മോട്ടോള ഫോണൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ആ റേഞ്ചിലേക്ക് എന്തായാലും നോക്കണ്ട. ഈ ഒരു 6500 രൂപയാണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി ഈ ഒരു പോക്കോയുടെ ഫോൺ എന്തായാലും എടുത്തോ. നല്ലൊരു പ്രൈസ് പോയിന്റ് തന്നെയാണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റായി ഷെയർ ചെയ്യാം. ഈ ഒരു വീഡിയോസ് ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.